ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കനാണ്. അപ്പോൾ ഇത് തന്തൂരിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൈയിങ് പാനിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈസി റെസിപ്പീസിനൊക്കെ വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഫോളോ ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ചിക്കൻ്റെ ലെഗ് എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ചിക്കനാണ്. സോ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഓരോന്നും നന്നായി വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ഇതേപോലെ നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ആഴത്തിൽ തന്നെ ഇതേപോലെ അങ്ങ് മുറിച്ചു കൊടുക്കുക. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് മസാല മാരിനേറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ഇരിക്കുകയുള്ളൂ. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. ഇനി കുറേ നേരം വച്ചിട്ട് ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിലേക്ക് സോൾട്ടും ലെമണും നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. അതിനുശേഷം ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ബാക്കി മാരിനേഷനുള്ള മസാലകളൊക്കെ കൂടി ചേർത്ത് വയ്ക്കുക. അതിനുശേഷം പിറ്റേ ദിവസം ഉണ്ടാക്കിയാൽ മതിയാവും. ഞാനിപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് മസാലയൊക്കെ കൂട്ടി കറക്റ്റ് ആയെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. സോ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം തൈരിലാണ് കുഴച്ചെടുക്കുന്നത്. സോ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം നമുക്ക് നാരങ്ങയുടെ നീര് ആവശ്യമുണ്ട്. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചാൽ മതിയാവും. ഞാനിവിടെ ഓൾറെഡി വാങ്ങുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള നാരങ്ങാ നീരിൻ്റെ അതിൽ നിന്നാണ് ഒരടപ്പ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തന്തൂരി മസാലയാണ്. എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാനപ്പോൾ ഷാനിൻ്റെ മസാലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ എങ്കിലും ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇതിൽ ഓൾറെഡി മേത്തി ലീവ്സും ഒക്കെ ആഡഡ് ആണ്. സോ ആ ഒരു ടേസ്റ്റ് മതിയാവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മേത്തി ലീവ്സിൻ്റെയൊക്കെ ടേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് മതി എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഒത്തിരി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. ഇതിലേക്ക് ഒരല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് നോർമലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ പൊടികളും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ എരിവിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒത്തിരി എരിവുള്ള ഒരു ഫ്രൈ അല്ല ഇത്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ കേരള സ്റ്റൈലിലേക്ക് ആക്കുമ്പോൾ അല്പം കുരുമുളക് ആവശ്യമുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം. അത് വേറൊന്നുമല്ല, ബട്ടറാണ്. അത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് മസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ആണ് കേട്ടോ. ബട്ടർ ഒന്ന് മെൽട്ടാക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പുറത്ത് ജസ്റ്റ് വച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ മെൽറ്റ് ആയിക്കോളും. ഞാൻ പറഞ്ഞല്ലോ ക്വിക്കായിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഒത്തിരി ഓവർ ഹീറ്റായി പോകരുത് കേട്ടോ ബട്ടർ. ജസ്റ്റ് ചൂടാക്കി നന്നായിട്ട് മസാല റെഡിയാക്കുക. അപ്പോൾ തന്നെ മസാലയ്ക്ക് വേറൊരു മണമാവും കേട്ടോ ബട്ടറും കൂടി ചേർക്കുമ്പോഴേക്കും. ഇപ്പോൾ ഉപ്പ്, എരിവ്, അതുപോലെ ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം തന്നെ കറക്റ്റാണ്. ആ പുളിയും ഒക്കെ ഉണ്ട്. സോ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് സ്റ്റെപ്പുകളായിട്ടൊന്നും ചെയ്യുന്നില്ല. ഒറ്റയടിക്ക് മാരിനേഷൻ ചെയ്യാണ്. എന്നിട്ടൊരു 20 മിനിറ്റ് വയ്ക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഞാനിവിടെ വയ്ക്കുന്നില്ല. സോ ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി. ഇപ്പോൾ 20 മിനിറ്റ്സ് വെച്ച് എടുക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാല ആ കട്ടിലേക്കൊക്കെ ഇറങ്ങി ചെല്ലട്ടെ. ഇങ്ങനെ ഒരു 20 മിനിറ്റ്സ് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്കാണ് വയ്ക്കുന്നത്. കാരണം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മസാല ഉള്ളിലേക്കൊക്കെ നന്നായി പിടിച്ചു കിട്ടുമല്ലോ, അതുകൊണ്ടിട്ടാണ്. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ പുറത്തെടുക്കാം. ശേഷം നമുക്ക് ഇതേപോലെ ബട്ടർ ഒന്നുകൂടി ഒന്ന് ഉരുക്കിയെടുക്കണം. ബട്ടറിൽ തന്നെയാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. സോ ബട്ടറിലേക്ക് മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. സ്ലോ കുക്കാണ് ചെയ്യണത്. മാത്രമല്ല പാൻ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യണത്. അപ്പോൾ നന്നായിട്ടത് കുക്ക് ചെയ്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. നല്ല ജ്യൂസി ചിക്കനാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സൈഡ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടാവും. കാരണം മസാലയും ബട്ടറും ഒക്കെ അല്ലേ, അതുകൊണ്ടിട്ട്. പക്ഷേ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ്, ആ ഒരു ചാർക്കോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് കൂടുതൽ ടേസ്റ്റ് തരേയുള്ളൂ ട്ടോ.
അപ്പൊ ഒത്തിരി കരിഞ്ഞു പോവണ്ട. കുറച്ച് കരിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് വേണ്ടത്. സാധാരണ രീതിയില് നമ്മളിതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ട് തന്തൂരി ഉണ്ടെങ്കിൽ ഫ്ലെയിമിന്റെ മുകളിലൊന്ന് വെച്ച് ചാർക്കോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് കരിയിച്ചെടുക്കും. ചെറുതായിട്ട് ബ്ലാക്കിഷ് ആയിട്ട് എടുക്കും. പക്ഷെ ഇവിടെ അത് നോർമലി വരും കേട്ടോ ഇങ്ങനെ തന്നെ. സോ അതുകൊണ്ടിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 2, 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് നന്നായിട്ട് എല്ലാ സൈഡും കുക്കായി കിട്ടുന്ന വരെ ഒന്ന് നമ്മള് കഷ്ടപ്പെടണം. അത് മാത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫുഡ് കളറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന തന്തൂരി ചിക്കനിൽ ഫുഡ് കളർ ആഡ് ചെയ്യും, റെഡ് കളറ്. പക്ഷെ ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഹെൽത്തിന് നല്ലതല്ലല്ലോ. സോ ടേസ്റ്റ് അതുപോലെ തന്നെയുണ്ട്. കളറ് അതുണ്ടാവില്ല. ഇതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടി ജ്യൂസി ആയിട്ടിരിക്കാൻ വേണ്ടി 1 സ്പൂൺ ഇതേപോലെ ബട്ടർ ഒന്ന് തൂക്കി കൊടുക്കുക. ഓവനിൽ വെക്കുവാണെങ്കിലും ഇതുപോലെ ബട്ടർ ഒഴിച്ചിട്ട് മാത്രം ചൂടാക്കി എടുക്കുക കേട്ടോ. തണുത്തതിന് ശേഷം ചൂടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഇത് തന്നെ മതിയാവും. അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ നല്ല ജ്യൂസിയാണ്. സ്കിന്നിനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ സ്കിന്ന് ഉള്ള ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി. ബൈ.